ഇനി ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബുഖാരിൽ 7 പ്രാവശ്യം വന്നു, മുസ്ലിമിൽ 1 പ്രാവശ്യവും വന്നു. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അതിന് മുത്തഫഖുൻ അലൈഹി എന്ന് പറയും. മുത്തഫഖുൻ അലൈഹി. മുത്തഫഖുൻ അലൈഹി. ഇത്തഫഖ, ഇത്തിഫാഖ്. എന്താ ഇത്തിഫാഖ് പറഞ്ഞാല്? ഏകോപിക്കാം, ഐക്യപ്പെടുക. ഇത്തിഫാഖ്. മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസിന് മേൽ യോജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുത്തഫഖുൻ അലൈഹി അൽ ബുഖാരിയും മുസ്ലിം അർത്ഥം. ഇമാം ബുഖാരിയും മുസ്ലിമും ഇതിന് യോജിച്ചിരിക്കുന്നു അർത്ഥം. അതുപോലെ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ സംശയിക്കാനില്ല. അതാണ് മുസ്ലിം ലോകത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥമാണ് ഒന്ന് സ്വഹീഹുൽ ബുഖാരി, 2 സ്വഹീഹു മുസ്ലിം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഏത് കിതാബിനും സ്ഥാനമുണ്ട്. സ്വീകാര്യതയിൽ 1-ാം സ്ഥാനം ബുഖാരിക്ക്, 2-ാം സ്ഥാനം മുസ്ലിമിന്. ക്രോഡീകരണത്തിന്റെ ക്രമത്തിലും മറ്റുമൊക്കെ ഇമാം ബുഖാരിയേക്കാൾ ചില മികവുകൾ ഇമാം മുസ്ലിമിന് ഉണ്ട്. ഇമാം ബുഖാരി ശിഷ്യനാണ് ഇമാം മുസ്ലിം. അപ്പൊ ഉസ്താദിനും കൂടി കിട്ടിയിട്ട് പിന്നെ ഉണ്ടാക്കിയതാണല്ലോ. ഉസ്താദത്തിനും കിട്ടി, വേറെ കുറെ ഉസ്താദന്മാരും കിട്ടി. അപ്പൊ കുറച്ചും കൂടി മേലെക്കാൻ ചില വിഷയത്തിൽ ഇമാം മുസ്ലിമിന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ബുഖാരിയേക്കാളേറെ മുസ്ലിമിന് സ്ഥാനം കൽപ്പിച്ചവരുണ്ട്. പക്ഷെ അത് അത്ര അംഗീകരിക്കപ്പെട്ടതല്ല. അതുപോലത്തെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കാമെന്നാണ് പറയുന്നത്. അതിപ്പോ സ്വഹീഹ് മുസ്ലിമിനേക്കാളും സ്വീകാര്യയോഗ്യമായ മറ്റൊരു ഗ്രന്ഥമില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഒരു പക്ഷെ അവർ ഉദ്ദേശിച്ചത് സ്വഹീഹ് ബുഖാരി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ ആ നാട്ടിൽ എന്നായിരിക്കാം. ആ നാട്ടിൽ, ഇമാം മുസ്ലിമിന്റെ നാട്ടിൽ ഞാനേക്കാളും എന്തൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് അതിന് വിശദീകരണം നൽകപ്പെടുന്നത്. അപ്പൊ ഒരു ഹദീസ് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കത് ഇനി മറ്റൊന്നും ആലോചിക്കാതെ സ്വീകരിക്കാം. മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാലും മറ്റൊന്നും ആലോചിക്കാതെ സ്വീകരിക്കാം. ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടെന്ന് പറഞ്ഞാലോ പിന്നിപ്പോ ഒന്നും പറയാൻ തന്നെ ഇല്ല, അത്രയും സർവസമ്മതമാണ്. അതാണ് മുത്തഫഖുൻ അലൈഹി. അപ്പൊ ഒരു ഹദീസ് മുത്തഫഖുൻ അലൈഹി ആണ് എന്ന് പറഞ്ഞ അതിനർത്ഥം അത് സ്വഹീഹ് ബുഖാരിയിലുമുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുമുണ്ട്. അതുകൊണ്ട് ഇനി അത് സ്വഹീഹാണോ അല്ലേ എന്നൊരു ആലോചനയ്ക്ക് പോലും ഒരു വകുപ്പ് ഇല്ല എന്നാണ്